പഴയ വൈത്തിരി ഹണി മ്യൂസിയത്തിലാണ്. വയനാട് ഹണി മ്യൂസിയം, ദ ബിഗ്ഗസ്റ്റ് ഹണി മ്യൂസിയം ഇൻ ഏഷ്യ. ഇനി നമുക്ക് അകത്തേക്ക് പോയാലോ? ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കേ. നമ്മൾ കൊണ്ടുപോകുന്നത് തേനീച്ച വളർത്തുന്ന അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ തേനീച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇറ്റാലിയൻ തേനീച്ചകളാണ്. നാടനല്ല, പിന്നെ നാടനപ്പുറത്തുണ്ട്. ഇത് ഇറ്റാലിയൻ തേനീച്ച. അതിന് കുറച്ച് മഞ്ഞ കളർ കൂടും, പിന്നെ കുത്തിക്കഴിഞ്ഞാൽ കുറച്ച് പെയിന് കൂടും. കൊണ്ട് കുത്തിവെപ്പിക്കുന്നത് സന്ധിവാദത്തിനൊക്കെ നമുക്ക് കുത്തിവെപ്പിക്കുന്നത് ജപ്പാനിലും ചൈനയിലാണ്. നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇതിലാണ് ഒരു ഭക്ഷണം കൊണ്ടുവന്ന് പൂമ്പൊടിയെല്ലാം കൊണ്ടുവന്നില്ല. ഇത് ഇറ്റാലിയന് നമ്മൾ ഇവിടെ വെക്കുന്നത് തേങ്ങയിൽ വെക്കുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം കുറച്ച് ദിവസമായത്. അപ്പോൾ ഇതിവിടെ സെറ്റാണെങ്കിൽ ഒരു മാസങ്ങളൊക്കെ കഴിയേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരലായി കുത്തിയില്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ വേർവിധി മൊത്തം പോവുകയും ചെയ്യും. ഇരിക്കണമെങ്കിൽ ഇപ്പം സെറ്റാണ് ഒരു മാസത്തിന്. അപ്പോൾ അതുവരെ നമ്മൾ തേങ്ങായി കൊടുത്ത് വെക്കുന്നത്. ഒന്നും ചെയ്യണ്ട. ഇത് സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള തേനാണ്. ചെറുതേൻ്റെ വലിയ പെട്ടിയാവും മണ്ടയിലുള്ളത്. ഇത് നമ്മുടെ നോർമൽ പെട്ടിത്തേനാണ് വരുന്നത്. ഈ പെട്ടിത്തേൻ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. ഇതിനകത്ത് മൊത്തത്തിനകത്ത് തേനീച്ചയുണ്ട്. ഇവിടെ സെറ്റായി വരുമ്പോഴേക്കും സമയമെടുക്കും. പക്ഷേ നമ്മൾ പഞ്ചസാര ലൈനെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു മാസം അതിനുള്ളിൽ സെറ്റായിട്ട് വരും. പിന്നെ ഉള്ളത് മറ്റേ കൂട്ടുള്ളത് ഇറ്റാലിയൻ തേനീച്ചയുണ്ട്. ഇറ്റാലിയൻ തേനീച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കിട്ടൂല, കേരളത്തിൽ കിട്ടൂല. പുറത്തുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. പിന്നെ കണ്ണൂരിൻ്റെ ഫാമിങ് അങ്ങനത്തെ കാര്യങ്ങൾ, പ്രോസസ്സിങ്, ലാബ് ടെസ്റ്റ് അങ്ങനെയൊക്കെ നടത്തുന്നത് നമ്മൾ. പിന്നെ സന്ധിവാദത്തിനൊക്കെ കുത്തിവെപ്പ് നടത്തുന്നതാണ് ഇറ്റാലിയൻ തേനീച്ചകൾ. അതേപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരു ചെറിയൊരു പാർക്കും ഉണ്ട്. അപ്പോൾ ലിയാമോളെ ആ പാർക്കിൽ കളിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ബാക്കി നമുക്ക് ഹണി മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോവാം. മ്യൂസിയത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തേനീച്ചേൻ്റെ ഒരു പ്രതിമ തന്നെയുണ്ട്. തേൻ എങ്ങനെയാണ് ഇതാക്കുന്നതെന്നുള്ള പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ മിഷൻസും കാര്യങ്ങളുമാണ് ആദ്യം ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന. അത് നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടാവും. അപ്പോൾ അവരെ ഓൺ ചെയ്തു അങ്ങനെ കാണിച്ചു തരുവാണ്. കാണുന്നതാണ് തേന്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും.
ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് നമ്മുടെ തേനീച്ചയെ പറ്റി കണ്ടുപിടിച്ചത്. തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പിന്നെ അതിൻ്റെ ഡാൻസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ സൈക്കിളാണ് വരുന്നത്. തേനീച്ചാണ് മുട്ടിച്ചിട്ട് ആവിയായിട്ട് വരുന്നത്. ഓരോ സെറ്റായിട്ടുള്ള സർക്കിളായിട്ട് വരുന്നത്. മനസ്സിലാവും. അത് ചുമറ്റിലൂടെ തേൻ കൊടുക്കുന്നുണ്ട്. വർക്കിംഗ് തേനീച്ചയാണ് വരുന്നത്. ഡ്രോയിങ് തേനീച്ച പോയിട്ട് തേൻ എടുക്കുന്നു. പിന്നെ വർക്കിംഗ് വേലക്കാരി ഈച്ചയാണ്. ഇത് സേഫ്റ്റി ഡ്രസ്. സ്റ്റിഗ്മാസാണ്. ചെറുതേനാണ് വരുന്നത്. ചെറുതേന് 1 year തൊട്ട് 5 year വരെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ പ്രോസസ് ചെയ്തതാണ് ലാബ് ടെസ്റ്റ് കൂടെ ചെയ്തതാണ്. പിന്നെ റോയൽ ജെല്ല് നമ്മുടെ 21 ദിവസത്തിനുള്ളത്. പിന്നെ ലിച്ചി ഹണി, പിന്നെ ഫ്രൂട്ടിൻ്റെ ആണ്. പിന്നെ നമ്മൾ ഫീഡിയിരിക്കുന്ന ബോക്സ് വെച്ചിട്ടുണ്ട്. അത് ഹോർമോൺ ചേഞ്ചസ്, പിന്നെ ബ്യൂട്ടി നൈലക്സിനുള്ളതാണ്. പിന്നെ കരണ്ട് ഹണി എന്ന് പറയുന്നത് നമ്മുടെ വയർ സംബന്ധമായ കാര്യങ്ങൾക്ക്. പിന്നെ ബീ പോളഞ്ച് എല്ലുകളുടെ ബലത്തിനുണ്ട്. കാൽസ്യം കിട്ടുന്നതിനെ പോലുള്ളതാണ്. നമ്മുടെ കോമ്പിടിയില്ലേ പിന്നെ തേയിലും അടയുമ്പോൾ സെപ്പറേറ്റ് ആക്കണം. ചെറുതേനും തേയിലും അടയും കൂടെ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിരിക്കും. നമുക്ക് അടയും തേയും കൂടെ സെപ്പറേറ്റ് ആയിരിക്കും. ഇതിനകത്ത് തേയിൻ്റെ അടയെല്ലാം കൂടി ഇട്ടിട്ട് തേൻ നമുക്ക് താഴ്ത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട്. ഇനി ഇത് ചെറുതേച്ചയുടെ തേയും പിന്നെ അതിൻ്റെ മുട്ടയാണ്. ബി വാക്സ് ആണ്. നമ്മുടെ വാക്സ് പറഞ്ഞാൽ മോയ്സ്റ്റ് ക്രീമിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലിപ്സിൽ അപ്ലൈ ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാം, പിന്നെ വരണ്ട ചർമ്മത്തിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാമുണ്ട്. തലവേദന നടുവേദനയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത്. സ്കിന്നൊക്കെ നല്ലോണം വെട്ടിത്തളയുന്നത്. ഇത് സാധാരണ ഗ്രാമശക്തിയാണ്. നമ്മൾ സാധാരണ പൂന്തേനാണ്. പൂന്തേന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പെട്ടിയുണ്ടുള്ളത്. ഈ പെട്ടി നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മറ്റേ ഫ്ലവേഴ്സ് കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ തെങ്ങ് പൂവ് എന്ത് പൂവാണെങ്കിലും കോഫി പൂക്കുള്ള സമയത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൂവൊന്നും കൂടി ഒരു നെക്താർ എടുത്ത് തേനാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്താക്കുന്നത്. അതാണ് ഈ തേന. എല്ലാ ഫ്ലവറിനും ഒരു തേൻ എടുക്കും. അതാണ് ഈ പിന്നെ നമ്മൾ സാധാരണ പറയുന്നത്. സാധാരണ നമ്മൾ പൂന്തേൻ പറയുന്നത് അതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാവൽ പൂന്തേനാണ്. സാറിന് ഞാവൽ മരത്തിന്റെ ഫ്ലവേഴ്സ് മാത്രം എടുക്കുന്നത്. അതാണ് സീസണിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ പ്രശ്നം ഇതിനാണ് യൂണിഫോറൽ ഹണി എന്ന് പറയാം. ഞാവൽ മാത്രമല്ല, ഇത് കാരണം ഒരു ഞാവൽ എന്ന് പറഞ്ഞ മരത്തിന്റെ ആ മെഡിസിനൽ പ്രോപ്പർട്ടി മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഞാവലിന്റെ ബ്ലോസം സമയമുണ്ടല്ലോ, പൂക്കുന്ന സമയം. അപ്പോൾ ഞാവൽ പ്ലാന്റേഷനിൽ പൂക്കുന്ന സമയത്ത് നമ്മൾ പെട്ടി സ്ഥാപിച്ചെടുക്കുന്ന തേനാണത്. അപ്പോൾ ഈ ഞാവലിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് പ്രത്യേകമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്. ഞാവൽ ഇതുപോലെ സീസണിൽ നമ്മൾ ഞാവലിന്റെ ഈ തേനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഒരുപാട് നമുക്കറിയാം. ഞാവലിന്റെ അറിയാലോ, നമ്മളെ ബ്ലഡ് ശുദ്ധീകരിക്കാനും ബോഡി ഡിറ്റോക്സിഫൈ ചെയ്യാനും. അത് മാത്രമല്ല ഞാവലിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് നല്ല മെഡിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. നമ്മളെ അതായത് തന്നെ ഈ തേയ്മാനം മറ്റേ ഈ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കൂടുതൽ. അത് മാത്രമല്ല ടോപ്പിക്കായിട്ട് മുറി തുടങ്ങാൻ വേണ്ടി ബാക്ടീരിയകളെല്ലാം കൊല്ലാൻ കഴിയുന്നുണ്ട്. ഒരു മുറി ഉണ്ടാക്കിയതിന് നമ്മൾ ടോപ്പിക്കായിട്ട് മുറിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. നല്ല ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതാണ് ഞാവലാണ്. അടുത്തത് ഇത് കാട്ടത്തെ നമ്മൾ സാധാരണത്താണ്. അതായത് കാട്ടിൽ നമ്മൾ ഇതുപോലെ പെട്ടി സ്ഥാപിച്ചാലും അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കാട്ടത്തെ. ഇത് മൾട്ടിഫോറിലാണ്. പല പോകുന്ന തേനീച്ചകൾ പിന്നെ തേനെടുത്തോണ്ട് ഉണ്ടാക്കുന്നതാണ് മൾട്ടിഫോറിൽ. ഇത് തുളസിയനെയാണ്. ഇത് കാട്ടു തുളസിയാണ്. തുളസി നമുക്കറിയാലോ സാധാരണ വൈറ്റമിൻ സി കൂടുതലാണ്. അത് മാത്രമല്ല ഇത് കിഡ്സ് ഹണിയും കൂടിയാണ്. അതായത് കുട്ടികളുടെ എല്ലാ രോഗത്തിനും സീസണലായിട്ടുള്ള ജലദോഷം, പനി, അതുപോലുള്ള എല്ലാ രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ്. പിന്നെ ഈ തുളസി പിന്നെ ഹണി കൂടുതൽ ഉപയോഗിക്കുന്ന പ്രശ്നം അത് കിഡ്നിയിൽ ഒരിക്കലും കാലസ് ഫോം ചെയ്യില്ല. കാലസ് എന്ന കല്ല് കിഡ്നി സ്റ്റോൺ ഉണ്ടല്ലോ, ഒരിക്കലും വരാൻ വൈറ്റമിൻ സി ഉള്ളതെന്ന് വെച്ചാൽ ഇത് പിന്നെ ഇതിനെ അലിയിച്ച് കളയും. ഇതിനെ നമ്മുടെ കല്ലിനെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ കിഡ്നിയിൽ ഒരിക്കലും സ്റ്റോർ ചെയ്യാൻ സമയമില്ല. അതിന്റെ മുന്നേ അലിയിച്ച് കളയാൻ കഴിയുന്നത്. കാരണം വൈറ്റമിൻ സി കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഇത് സിദർ ഹണി. ഇത് കൂടുതൽ ഗൾഫിലാണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ വില പിടിപ്പുള്ള ഒരു ഹണി കൂടിയാണ്. ഇതിലും വില പിടിയുള്ള ഒരു ഹണിയുണ്ട്. അത് പിന്നെ നമ്മുടെ ന്യൂസിലാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഹണിയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് ഉള്ളതിന് കാരണം നമ്മുടെ കൊളാജൻ എൻഹാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കൊളാജൻ എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാലും
നമ്മുടെ എല്ലുകൾക്കുള്ള സ്വാധീനം കൂട്ടും, അത് സ്ട്രെങ്ത് കൂട്ടും. അത് മാത്രമല്ല നമ്മുടെ കുളയും നമ്മുടെ ഹോൾ ബോഡിക്ക് ആവശ്യമില്ല, നമ്മൾ എല്ലാത്തിനും നമ്മുടെ കാഴ്ചയ്ക്ക് മാത്രം നമ്മുടെ സ്കിൻ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെന്റേഷൻ വരും, അതുപോലെ ചുളിവുകൾ വരും. അത് മാത്രമല്ല നമ്മുടെ എല്ലിന്റെ തേക്ക് കുറയും, തേയ്മാനം കൂട്ടിയിട്ട് നമുക്ക് പിന്നെ അതിന്റെ ഡെൻസിറ്റി കുറയുന്ന മാത്രം അതിന്റെ സ്ട്രെങ്ത് കുറയുന്ന പ്രശ്നമുണ്ട്. അതൊക്കെ നിലനിർത്താൻ പറ്റുന്ന ഒരു ഇതാണ്. അത് ഇത് കൊളാച്ച കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എന്താക്കാം, ഇതിന്റെയൊക്കെ നമുക്ക് ഒരു സീനിയർ ഡിസ്കംഫോർട്ട് ഉണ്ട്. പ്രായമായിട്ട് വരുന്ന നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ പറ്റും. സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് അറിയാം, സ്ഥിരമായിട്ട് കഴിക്കുന്നവർ എത്ര പ്രായം കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഒരു ഇതുണ്ടാവില്ല. കാരണം വെച്ചാൽ അവർക്ക് ഈ റിങ്കിൾസ് അതുപോലെ ഈ ഏജ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെ മെഡിസിനാണ്. കാരണം അത് യൂണിക് സാധാരണ പൂന്തേനാണ്. ഇതും അത് തന്നെയാണ് നമ്മൾ ഇത് വെച്ചുണ്ടാക്കുന്നത്. ഇതാണ് സിദർഹാൻ. സിദർഹാനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അല്ലേ? നമ്മൾ ജമ്മു കാശ്മീരിൽ നിന്നാണ് വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മെഡിക്കൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള സാധനം സിദർഹാൻ. കാരണം വെച്ചാൽ കൊലാജൻ എൻഹാൻസ് ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ ഏജിങ്ങിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നത്, ഏജിങ്ങിനെ ഡിലേ ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ ഒരു 60-70 വയസ്സൊക്കെ ഇപ്പൊ സൗദിയിൽ നമുക്ക് കാണാൻ പറ്റും. 120 വയസ്സായ സൗദിയിൽ വരെ വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്നത് കാണാൻ പറ്റും, ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കാണാൻ പറ്റും. പക്ഷെ അവർക്ക് മുഖത്തൊന്നും ഏജിങ്ങിന്റെ ഒരു ഇതുണ്ടാവില്ല. കാരണം വെച്ചാൽ അവർക്ക് റിങ്കിൾസോ അല്ല കണ്ണിന്റെ ചുറ്റിലെ പിഗ്മെന്റേഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് അതിനുള്ള മെഡിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം അടങ്ങിയിട്ടുള്ള സാധനമാണ്. സൗദിയിലാണ് ഫേമസ് ആണ്. പക്ഷെ നമുക്ക് വരുന്നത് ഇത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനമാണ്. പക്ഷെ നമ്മളിത് ഇങ്ങനെ വെക്കുന്ന വെച്ചാൽ നമുക്ക് ഇതിന്റെ അവൈലബിലിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് വരുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നതാണ്. കാരണം അൽഷിഫ എന്നൊരു കമ്പനിയാണ് സൗദിയിലൊക്കെ സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അതിന് ഭയങ്കര വിലയാണ്. ഇതിപ്പോൾ കാശ്മീരിനാണ്, ജമ്മു കാശ്മീരിൽ നമുക്ക് വരുന്നത്. ഇത് ലിച്ചി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാക്സറ്റീവ് എന്ന് പറഞ്ഞാൽ ലിച്ചി ഇപ്പം ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. ലിച്ചി എന്ന് പറഞ്ഞാൽ കൂടുതൽ വരുന്നത് ജാർഖണ്ഡ് അതുപോലെ നമ്മുടെ ബീഹാർ മേഖല അവിടെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഈ പിന്നെ ലിച്ചിയുടെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ നാച്ചുറൽ ലാക്സറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഗട്ട്സ് സംബന്ധമുള്ള വയർ സംബന്ധമുള്ള അൾസറുള്ളത് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവരുണ്ട്. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. ഗ്രാജുവലി ഇത് സ്ഥിരമായിട്ട് കഴിക്കും. ഇവിടെ കുറേ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മരത്തടി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഇവിടെ മുഴുവനുള്ളത്. ഏഷ്യാനെറ്റും 24 ഒക്കെയാണ് കുഴപ്പമുണ്ടാവില്ലല്ലേ? ഇങ്ങോട്ട് നോക്ക്. ഗായ്സ്, അപ്പോൾ ഞാനും ഒരു അച്ചാർ മേടിച്ചു, തുറമാങ്ങ അച്ചാർ. അപ്പോൾ അത് ബില്ലാക്കാൻ വേണ്ടി പോവാണ്. ഹലോ ഗായ്സ്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കുഞ്ഞു പറ ടാറ്റ ബൈ ബൈ. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.